ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങൾ ഇതുവരെയും ശ്രദ്ധിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇനി പോകുമ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഗുരുവായൂരിൽ കുളത്തിന് വടക്ക് വശത്തായിട്ട് ഒരു അത്താണിയാണ്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ നിങ്ങളുടെ? കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണിത്. കരിങ്കല്ല് അത്താണി എന്നാൽ നമുക്ക് ഭാരം അല്പം ഇറക്കി വയ്ക്കാനുള്ള ഇടം. ആ അത്താണിയുടെ നേരെ മുമ്പിലായിട്ട് ഒരു പുഷ്പകം ഉണ്ട്. പുഷ്പകം എന്നാൽ നമ്പീശൻ്റെ വീട്. ഇപ്പോഴും നമ്പീശനും കുടുംബവും അവിടെ താമസിക്കുന്നുണ്ട്. പണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു നമ്പീശൻ ഗുരുവായൂരപ്പൻ്റെ വിശ്വസ്തനായിട്ടുള്ള കാര്യസ്ഥനായിരുന്നു. പാട്ടക്കാരിൽ നിന്നുമെല്ലാം ഒരു നെൽമണി പോലും കുറയാതെ ഇയാൾ നിർബന്ധിച്ച് വാങ്ങിച്ച് ഗുരുവായൂരപ്പൻ്റെ കലവറയിൽ നിറയ്ക്കുമായിരുന്നു. വിട്ടുവീഴ്ചയില്ലാത്തതുകൊണ്ട് ധാരാളം ശത്രുക്കളും ഉണ്ടായിരുന്നു. ഒരു ഉത്സവകാലം ഗുരുവായൂരപ്പൻ്റെ ആറാട്ടു ദിവസം ഗ്രാമം ചുറ്റുന്ന പതിവുണ്ട് ഗുരുവായൂരപ്പന്. ഭക്തരുടെ ക്ഷേമാന്വേഷണത്തിനാണ് ഭഗവാൻ എഴുന്നള്ളുന്നത്. നമ്പീശനെ ആരോ അപായപ്പെടുത്തി വടക്കേ കുളപ്പരയിൽ കൊന്നിട്ടിരിക്കുന്നു. കുളം അശുദ്ധപ്പെട്ടു. അവിടെ ആറാട്ടും പറ്റില്ല. ഭഗവാന്റെ ആറാട്ട് നടക്കുകയും വേണം തെക്കേ കുളപ്പരയിൽ. ഭഗവാന് കാര്യം മനസ്സിലായി. ആറാട്ട് എഴുന്നള്ളിപ്പ് അത്താണിയോടടുത്തപ്പോൾ എഴുന്നള്ളിച്ച ആന അസ്വസ്ഥതകൾ കാട്ടിത്തുടങ്ങി. ഒരടി പോലും മുന്നോട്ട് നീങ്ങുന്നുമില്ല. ആനയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരും വരുന്നുണ്ട്. ആരോ ഓടി വന്ന് ഉറക്കെ പറഞ്ഞു, ഇനി നമ്പീശൻ്റെ കുടുംബകാര്യങ്ങൾ ഗുരുവായൂരപ്പൻ നോക്കിക്കോളുമെന്ന്. ഇന്നും അതുപോലെ തുടരുന്നു. ആറാട്ട് എഴുന്നള്ളിപ്പ് അത്താണിയോടടുത്താൽ ഇന്നും കൊട്ടും വാദ്യവുമെല്ലാം നിർത്തി ചോദിക്കും, ആർക്കെങ്കിലും ദുഃഖമുണ്ടോ എന്ന്. നമ്പീശൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും അവിടെ വന്ന് ഉറക്കെ പറയണം, ഇവിടെ ആർക്കും ഒരു ദുഃഖവും ഇല്ല, എന്നാലേ എഴുന്നള്ളിപ്പ് മുന്നോട്ട് നീങ്ങുകയുള്ളൂ.